കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ശിശുരോഗ വിഷയത്തിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്കായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിക് കേരള ട്രസ്റ്റ് ഏകദിന ശില്പശാല പാണ്ടിക്കാട് ഷിഫ കോൺഫറൻസ് ഹാളിൽ ജൂൺ 23 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കും. മഞ്ചേരി FM ഡയറക്ടർ പ്രതാപ് പോൾ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ കാസർഗോഡും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശിശുരോഗങ്ങളുടെ എളുപ്പത്തിലുള്ള രോഗനിർണയം എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലവും ശിശുരോഗ പരിചരണത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂരും ക്ലാസുകൾ നയിക്കും. തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയുടെ സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡിന് അർഹരായ മഞ്ചേരി FM പ്രതിനിധികളെ ചടങ്ങിൽ ആദരിക്കും. കുട്ടികളിലെ അലർജി, ആസ്തമ, വിട്ടുമാറാത്ത കഫക്കെട്ട്, അഡിനോയിഡ്, സ്കിൻ ഡിസീസസ് തുടങ്ങി വിവിധ ശിശുരോഗ വിഷയങ്ങളിൽ ഓപ്പൺ ഫോറവും അന്നേ ദിവസം നടക്കും. IHK സംസ്ഥാന തലത്തിൽ PG എൻട്രൻസ് വിദ്യാർത്ഥികൾക്കായി നടത്തപ്പെടുന്ന മോക്ക് ടെസ്റ്റ് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ പാണ്ടിക്കാട് നടത്തപ്പെടുന്നതാണ്. ട്രസ്റ്റിന്റെ സംസ്ഥാന തലത്തിലുള്ള സെമിനാർ വരുന്ന 23 ഞായറാഴ്ച പാണ്ടിക്കാട് ഷിഫ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ നോർത്ത് സൈഡിൽ ആദ്യമായിട്ടാണ് ട്രസ്റ്റിന്റെ ഒരു സെമിനാർ നടത്തപ്പെടുന്നത്. അതിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ കാസർഗോഡ് നിന്നുള്ള രാധാകൃഷ്ണൻ ഡോക്ടർ, വാണിയമ്പലത്തു നിന്നുള്ള അസ്ലം ഡോക്ടർ, വണ്ടൂരിലുള്ള ഹിഷാം ഡോക്ടർ, ഇവർ 3 ഫാക്കൽറ്റികളാണ് മെയിനായിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലായി ശിശുക്കളിൽ റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്, സ്കിൻ കംപ്ലൈൻറ്റ്, അതുപോലെ സ്കൂളുകളിൽ കുട്ടികളെ ഒരു 1-2 ദിവസം വിട്ടു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പനിയും മറ്റൊക്കെ കഫക്കെട്ടുമായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ, ഈ വിധത്തിലുള്ള രോഗങ്ങളാണ് കൂടുതലായി വരുന്നത്. ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറും ക്ലാസ്സുകളുമാണ് അന്ന് നടക്കുന്നത്. 200 പരം ഡോക്ടർമാർ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം മീഡിയ ഓഡിയോ അവാർഡ് നേടിയ FM മഞ്ചേരി കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന തലത്തിൽ തന്നെ IHKയുടെ ഒരു ഓഡിയോ അവാർഡ് നേടിയത് നമ്മുടെ മഞ്ചേരി FM ആയിരുന്നു. അവരെ ഒരു അനുമോദന ചടങ്ങ് കൂടി ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ FM ഡയറക്ടറായില്ല മിസ്റ്റർ പ്രതാപ് പോൾ സാറാണ് ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ നൌഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ പീഡിയാട്രിക് ഡിസീസ് അഥവാ കുട്ടികളുടെ അസുഖങ്ങളിൽ നിന്ന് വളരെയധികം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അലർജിക് ഡിസീസസ്, അതുപോലെയുള്ള അഡിനോയിഡ് പോലെയുള്ള ദശ വളർച്ച, കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറവ്, ഒരു സ്കൂളിൽ പോയി അവരൊന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് അസുഖമാകുന്ന ഒരു രോഗങ്ങൾ പല പാരന്റ്സ് നമ്മളൊക്കെ പറയുന്നതാണ്. അപ്പൊ ഇത്തരം അസുഖങ്ങളെ വളരെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാൻ, വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും, ക്രോണിക് ആയിട്ട് കുറെ കാലങ്ങളോളം മരുന്ന് കഴിക്കാതെ വളരെ വേഗത്തിൽ തന്നെ ഇത്തരം അസുഖങ്ങളെ മാനേജ് ചെയ്യാനും ഹോമിയോപ്പതി ചികിത്സക്ക് കഴിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫലപ്രാപ്തിയും കാര്യങ്ങളുമാണ് ഇത്തരം ഈ ഒരു സെമിനാറിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അത് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് കൂടുതൽ ഉണർവ് നൽകാനും കൂടുതൽ ഇത്തരം മേഖലയിലെ ചികിത്സയിലെ നൈപുണ്യം അവർക്ക് കൂടുതൽ നല്ല രീതിയിലാക്കാൻ കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ IHK ട്രസ്റ്റ് സ്റ്റേറ്റ് ചെയർമാൻ ഡോക്ടർ PA നൌഷാദ്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലം, മുൻ DMO മലപ്പുറം ഡോക്ടർ K സുരേഷ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡോക്ടർ U അബ്ദുൽ ഷാക്കിർ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഈമുർ റഹ്മാൻ, സെക്രട്ടറി IHK മഞ്ചേരി ഡോക്ടർ യൂനിസ് കൊടശ്ശേരി, പ്രസിഡന്റ് ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ, ട്രഷറർ ഡോക്ടർ സഫീർ ഇക്ബാൽ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.